ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗ്രാനി 3 എന്ന ഗെയിമാണ്. ഇത് നമ്മൾ ശ്രദ്ധിച്ച് കളിക്കണം. മിണ്ടാട് കപ്പുക അതിൻ്റെ വെടി വെച്ച് നമ്മളെ പേടിപ്പിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഷോ ഇൻട്രോ എന്നുള്ളത് നമ്മൾ മാറ്റണം, കാരണം നമുക്ക് ഈ ഗെയിമിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാലോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ബോത്ത് എന്നുള്ളത് മാറ്റി ഗ്രാനിയിലേക്ക് ഇതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് മാറ്റി ഇനി സ്റ്റാർട്ട് ബട്ടൺ നോക്കുകയാണ്. അപ്പോൾ ഈ പ്രേതം നമ്മളെ പേടിപ്പിക്കാൻ നോക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലോഡിംഗ് ആണ് കാണിക്കുന്നത്. ഇനി ഇത് നമ്മൾ ലോഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതാക്കേണ്ടത് എന്ത് ആകുമെന്നൊന്നും അറിയില്ല. ഡേ 1 എത്തിയിട്ടുണ്ട്. ഡേ 1 എന്തൊക്കെ സംഭവിക്കും എന്നൊന്നും എനിക്ക് അറിയില്ല ഗൈസ്. ഇനി ഇതാ നമ്മൾ ഇത് ഗ്രാനിയുടെ വീടാണ് ഗൈസ്. പക്ഷേ അവർ വീട്ടിനുള്ളിലൊരു ജയിലുണ്ടാക്കി ഇരിക്കുകയാണ്. എന്തൊക്കെയാണ് ഗൈസ്, അണ്ടർഗ്രൗണ്ട് ജയിൽ. അപ്പോൾ നമ്മളിത് തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ അടിയിലേക്ക് നോക്കിയൊരു ടൂളുണ്ട്, നമ്മളത് എടുത്ത് നമുക്കത് കുത്തി തുറക്കാം ഗൈസ്. അപ്പോൾ അവിടെ അത് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തുറന്ന് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. തുറന്ന് നമ്മളിനി പുറത്തേക്ക് പോവാണ്. ഇനി പുറത്തേക്ക് പോയി നോക്കുമ്പോൾ പാവ അവിടെ ഇല്ല ഗൈസ്. ഉണ്ടെങ്കിൽ എടുത്തോണ്ടിരിക്കായിരുന്നു. അപ്പോൾ നേരെ പോയി നമുക്ക് വാതിൽ തുറക്കാം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ വാതിലിൻ്റെ അടുത്തത് ഷേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാനി വന്ന് കൊണ്ടുപോകുക ഗൈസ്. ഇത് പെട്ടെന്നൊക്കെ വരുമ്പോൾ നമ്മൾ പേടിച്ചു പോലെ ഗൈസ്. ഈ ഗ്രാനി എന്ന് പറയുന്ന ഗെയിം ഭയങ്കരമാണ് ഗൈസ്. പേടിക്കാത്ത കുട്ടികളെ വരെ പേടിച്ചു. അപ്പോൾ ഡേ 2ലേക്ക് നമുക്ക് പോകാം. ഡേ 2ൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ഒരുമിച്ച് കാണാം. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും അതേ ജയിലിലെത്തിയിരിക്കുകയാണ്. ഈ ഗ്രാനിക്കൊന്നും കുഴപ്പമില്ല ഗൈസ്. നമ്മളെ ഗ്രാനിനെ കാണുമ്പോൾ ഗ്രാനി നമ്മളെ തലക്കടിക്കും, ബോധം കൊടുത്തു ആ ജയിലിൽ കൊണ്ടിടും. വീണ്ടും നമ്മളെടുക്കും, ഗ്രാനിൻ്റെ മുന്നിൽ തന്നെ പോയി പെടും. ഗ്രാനി നമ്മളെ വീണ്ടും കൊല്ലും. ഇതാണ് ഗൈസ് സംഭവം. ഇനി നമുക്ക് ഇതിനടുത്തോട്ട് പോയി നോക്കാം. ഇതിനടുത്തെത്തിയിട്ടുണ്ട്. നമ്മൾ ചുറ്റുഭാഗമൊക്കെ ഒന്ന് നിരീക്ഷിക്കാം. പെട്ടെന്നായിട്ട് വന്നാലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോയി നമ്മൾ സ്റ്റെപ്പാണ് കയറി പോകുന്നത്. സ്റ്റെപ്പ് കയറി 2ാമത്തെ ഫ്ലോറിലെത്തി. ഫസ്റ്റ് ഫ്ലോറായി പോയി. ഫസ്റ്റ് ഫ്ലോറിൽ കയറി അനങ്ങാൻ കഴിയില്ല ഗൈസ്. ഗ്രാനി വന്നപ്പോൾ നമ്മൾ വീണ്ടും ചത്തു ഗൈസ്. ഈ ഗ്രാനി നമ്മളെ കൊല്ലുന്നതിൽ അവസാനമില്ല ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ആ ജയിലിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡേ 3ലെത്തി. ഡേ 3 നമ്മൾ ജയിലിലേക്ക് എത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. ജയിലിലെത്തി. നമ്മൾ വീണ്ടും തുറക്കാൻ പോകുന്നു. വീണ്ടും തുറന്ന് നമ്മൾ വീണ്ടും പുറത്തെത്തും. ഗ്രാനി നമ്മൾ വീണ്ടും കൊല്ലും. ബോധം കെടുത്തി പിന്നെ ഇവിടെ കൊണ്ട് ഇടുമ്പോൾ നമുക്ക് എന്താണ് ഗൈസ് നടക്കുക? നമ്മൾ പിന്നെയും എണീക്കും, പോവും, ഗ്രാനിൻ്റെ അടുക്കുന്ന അടികൊള്ളു, ചാവും. ഇതൊന്നല്ല ഗൈസ്. ഇതൊരിക്കലും ഇതിനൊരു അവസാനമില്ല ഗൈസ്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് വാതിൽ നേരെ തുറന്ന് നമുക്ക് ഈ ഫ്ലോറിൽ തന്നെ ഇതിനകത്ത് പോയി നമുക്ക് ഈ വാതിൽ കൂട്ടാം. ഗ്രാനി പെട്ടെന്ന് കയറി വന്നാൽ അപ്പോൾ ഇതിനെ നോക്കി നിരീക്ഷിച്ച് ഇതിനടിയിലേക്ക് നമുക്ക് പോകാം. ഒളിച്ച് നിൽക്കാം. ഗ്രാനി വന്നാൽ പുറത്തേക്കും പോകാം. നമുക്ക് ഇതിനകത്തും ഒരു ഇതുണ്ട് ഗൈസ്. ഇവിടെ ഇത് തുറന്നിട്ട് ഇതിനുള്ളിൽ ഒളിച്ച് നിന്നിട്ട് നമുക്ക് ഈ വാതിലങ്ങ് കൂട്ടിയ ഗ്രാനി നമ്മളെ കാണൂല ഗൈസ്. അപ്പോൾ നമ്മളിത് തുറന്നിട്ട് വേറെ എവിടെയെങ്കിലും ഈ റൂമിൽ ഒളിച്ച് നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാണ്. പക്ഷേ ഇല്ല, നമുക്ക് ആ ഡോറ് തുറന്ന് ഡയറക്റ്റ് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡോറൊന്ന് തുറന്ന് നോക്കാം ഗൈസ്. ഈ ഡോറൊന്ന് തുറന്ന് നോക്കിയപ്പോൾ വെളിയിലെത്തി ഈ പ്രേതം നമ്മൾ പേടിപ്പിക്കാൻ. നിങ്ങൾ പേടിച്ചോ ഗൈസ്? കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ നടന്നിട്ട് ഇവിടെ ഒന്നുമില്ല. നമുക്ക് നേരെ പുറത്തേക്ക് പോകാം. പുറത്തേക്ക് ഇങ്ങനെ നടന്ന് നമ്മളിനി പുറത്തേക്കാണ് പോകുന്നത്. നടന്ന് നമ്മൾ ഇവിടെ പോയി ഈ കാറ് കണ്ടു പേടിയാവുന്ന കേസ്. മുത്തശ്ശനായിട്ട് പെട്ടെന്ന് കയറി വന്നാലേ തിരുവരുവില്ലല്ലോ. നമ്മളപ്പോൾ ഇതിലേക്ക് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് തുള്ളാൻ കഴിയില്ല കേസ്. ഇതിന് രക്ഷപ്പെടാൻ കഴിയില്ല ഗൈസ്. ചത്തു. ഇതിനൊന്നൊരു അവസാനമില്ല ഗൈസ്. അപ്പോൾ നമ്മളിനി അടുത്ത ഡേ 4ലേക്കാണ് പോകുന്നത്. ഇനി ഡേ 4ൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ഒപ്പരം കാണാം. ഇപ്പോൾ നമ്മൾ വീണ്ടും ജയിലിലേക്ക്
ഇത് എണീച്ച് വന്നപ്പോൾ നമുക്ക് കണ്ണുകളിൽ ചോരയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും തുറന്നിരിക്കുകയാണ്. തുറന്നിട്ട് നമുക്ക് ആ ഗുഹൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. ഗുഹൻ്റെ ഉള്ളിൽ പോയി നമ്മൾ അവിടെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതുവഴി പോയിട്ട് നമ്മൾ നേരെ പോകുമ്പോൾ അവിടെ ഒരു ഡോറാണ്, പക്ഷെ എന്തോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്തോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, എനിക്കതാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു മെഷീൻ ഉണ്ട്. നിങ്ങൾ കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ നോക്കുക. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഡോറ് തുറക്കുന്നതിന് മുമ്പ് കണ്ട ആ മെഷീൻ ഹോൺ അടിക്കുന്നുണ്ട് ഗേസ്. അപ്പോൾ ഈ മെഷീനെ കൊണ്ട് നമുക്ക് ഭയങ്കര ഇടങ്ങാറാണ്. കണ്ടാ ഇവിടെ നമ്മളെല്ലാ സ്ഥലത്ത് വന്നിട്ട് ഹോൺ അടിച്ച് നമ്മൾ ഇടങ്ങാറാക്കും ഗേസ്. അപ്പോൾ ഇവിടെ ഒരു സാധനം കാണുന്നത്. അപ്പോൾ നമ്മൾ ഇത് പിക്ക് ചെയ്തിട്ട് ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാണ് ചെയ്തത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പോയി നോക്കാം. ഇനി നമുക്ക് ഇതിനകത്തൂടെ പോയിട്ട് ഇതുവഴി ഇപ്പുറത്തെത്തിക്കില്ല. ഇല്ല, നമ്മൾ കയറിയ സ്ഥലത്തേക്ക് തന്നെയാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. നമ്മളപ്പോൾ ഈ ഗുഹൻ്റെ അകത്തൂടെ പോയിട്ട് നമ്മളെ അപ്പുറത്തെത്താൻ കഴിയുമോ എന്ന് നോക്കാം. എത്തു ഗ്രാനി നമ്മളെ ബോധം കെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ എത്തും എങ്ങനെ ഇതാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പോകുന്നത് 5ാമത്തെ ഡേ, ലാസ്റ്റ് ഡേ ആണ് ഗൈസ്. ഇത് നമ്മൾ ജയിച്ചില്ലെങ്കിൽ പോയി ഗൈസ്. നമുക്ക് പേടിയുണ്ട്, എന്താകുമെന്ന് നമുക്ക് നോക്കാം. ഈ ലാസ്റ്റ് ഡേ നമുക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. ചിലപ്പോൾ നമ്മളെ എന്തൊക്കെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ ഗൈസ്, നിങ്ങൾ ഡബിൾ മൈൻഡ് ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മളിതാ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിതാ ഈ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഈ ഗുഹൻ്റെ ഉള്ളിലോട്ട് അപ്പുറത്തെത്താൻ നോക്കുകയാണ്. നമ്മൾ അതാകുമ്പോൾ മറ്റേ സാധനം നമ്മളെ കാണൂലല്ലോ. അപ്പോൾ നമുക്കിത് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സാധനം നമുക്ക് പ്ലാൻ ചെയ്തിട്ട് നമുക്കിതാ ഇതുവഴി പോയിട്ട് നമുക്കിതാ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഡ്രോപ്പ് വേണ്ട, ഇവിടെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് പോവാം. നമ്മളിതിൽ പോകുമ്പോൾ ഗ്രാനി വരുന്നത് പോലെ തോന്നുന്നുണ്ട്. നോക്കണോ ഗൈസ്? നമുക്ക് പേടിയുണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. ഗ്രാനി അയ്യോ ഗ്രാനി വരല്ലേ? മോനെ ഗ്രാനി വരുന്നത്. ഇപ്പം ചാവുകയാണ്. ഇനി നമ്മൾ പോവുകയാണ്. ഇനി ഗ്രാനിന് വലിയ പ്രശ്നം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി പോവുകയാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ വേഗത സൗണ്ടാക്കുന്ന കേസ്. അത് നമുക്ക് വേഗം കയറി പോകണം ഗൈസ്. നമ്മൾ വേഗം സ്റ്റെപ്പൊക്കെ കയറി ആ വീടിനകത്തേക്ക് കയറണം ഗൈസ്. ആ വീടിനകത്തേക്ക് കയറിയാൽ പുറത്തേക്കെങ്കിലും എത്താനുള്ള വഴി അറിയാൻ പറ്റൂ ഗൈസ്. നമുക്ക് മുകളിൽ കയറി ഫസ്റ്റ് ഫ്ലോറിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്കും കൂടി ഒന്ന് പോവാം. സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് ഇതുവഴിയാണ് ഗൈസ് പുറത്ത് പോകാൻ പറ്റുക. എല്ലാ ഗൈസ് സ്ഥലം മാറിപ്പോയി. വേഗം മാറി തുറക്ക്. നമ്മളിതാ ഇത് തുറന്നിട്ടുണ്ട്. ഇത് തുറക്കാൻ പറ്റുന്നില്ല. തുറക്ക കുതിരയാണ്. ഇപ്പം ഇന്നിങ്ങനെ തുറക്കാൻ കഴിയുമോ ഗൈസ്? ഇത് തുറന്ന് ഇത് പൂട്ടാൻ ഗൈസ്. ഗ്രാനാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പണി കിട്ടും. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് മുകളിലേക്ക് പോകേണ്ടത്. പ്രേതാരം വരുന്നുണ്ട് ഗൈസ്. അങ്ങനെയെങ്കിൽ രക്ഷപ്പെടണ്ട. അങ്ങനെ മുകളിലെത്തിയിട്ടുണ്ട് നമ്മൾ. മുകളിലെത്തിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഓട്ടമുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ നമുക്കിനി ഇത് പോയി അയ്യോ ഗ്രാനൈറ്റ് വരല്ലേ. നമുക്കിത് ഇനി തൊട്ടപ്പുറത്തെ ഒരു ഇതിലേക്ക് ചാടും. ഇവിടെ നമ്മൾ ബോധം കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താകുമെന്ന് നേരിട്ട് കാണാം. അപ്പോൾ നമുക്ക് ബോധം വന്നിട്ട് നമ്മൾ ആ കാറിനുള്ളിലാണ് കേസ് നമ്മൾ നേരത്തെ കണ്ടത്. അയ്യോ ഗ്രാനി അതാണ്. ഗ്രാൻഡ് അയ്യോ പടക്കോ നമ്മളെ കൊല്ലാൻ പോവുകയാണോ? തലക്ക് പ്രാന്താണ് ഗൈസ്. നമ്മളാക്കിയിട്ട് കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന മൂപ്പർ നമ്മളെ കൊന്നിട്ട്. ഇത് ചതിയല്ലേ ഗൈസ്? ഇവനൊക്കെ പുഴുത്ത് നാറിപ്പോവും ഗൈസ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.